ഹേമ കമ്മീഷൻ ഉയർത്തിയ പുകമറ സംസ്ഥാന അന്തരീക്ഷത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മനുഷ്യജീവിതങ്ങളിൽ തന്നെ വ്യത്യസ്ത ശ്രേണികൾ സൃഷ്ടിച്ച് അവയ്ക്കനുസൃതമായി അവരെ പരിലാളിക്കുകയും പുറന്തിരിക്കുകയും ചെയ്യുന്ന പ്രവണതയുടെ അനീതിയിലേക്ക് നമുക്കൊന്ന് ഇരിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് രാജഭരണവും സവർണാധിപത്യവും ജാതി മേൽക്കോയ്മയും കൊടികുത്തി വാണിരുന്ന കാലത്ത് ആ സാമൂഹിക ഘടനയിൽ ജനിച്ച് ജീവിക്കുന്ന ഉയർന്നവർ എന്ന് സ്വയം ചിന്തിച്ചിരുന്ന മനുഷ്യരെ സാധാരണക്കാരിൽ നിന്നും വിഭിന്നമായി അഭിസംബോധന ചെയ്യാൻ അവർക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കുന്ന ചില പ്രത്യേക സാമൂഹിക പദങ്ങൾ വ്യാപകമായി തമ്പുരാൻ, തമ്പുരാട്ടി, തിരുമനസ്, തിരുവായ്, തിരുമൊഴി തുടങ്ങിയ സർവ്വസാധാരണ ആലങ്കാരിക പദങ്ങൾക്ക് പുറമെ മനുഷ്യ സഹജമായ എല്ലാ പ്രവൃത്തികളെയും ഇതുപോലുള്ള ചില വിശിഷ്ട പദങ്ങളിലൂടെയാണ് ജനസാമാന്യങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നത്. ആ ഉന്നതകുല മഹിമ അവകാശപ്പെടാൻ അർഹത ഇല്ലാത്തവർ ഉപയോഗിക്കുന്ന ഒരു വാക്കും ഒരേ പ്രവൃത്തിയാണെങ്കിലും ആ ശ്രേണിയിലുള്ള അവരുടെ കാര്യത്തിൽ ചേർത്തി പറയുന്നത് തീർത്തും അപമാനമായിട്ടായിരുന്നു ആ കാലങ്ങളിൽ കരുതിപ്പോന്നത്. ഉദാഹരണത്തിന്, പ്രസവത്തിന് സാധാരണക്കാർ പെറ്റു എന്ന് പറയുമ്പോൾ ഉന്നത ശ്രേണിയിൽ ഉള്ളവർ പ്രസവത്തെ തിരുവയർ ഒഴിഞ്ഞു എന്നേ പറയാവൂ. ശിശു ജനിക്കുന്നതിന് ഉണ്ണി പിറന്നു, മരണപ്പെട്ടാൽ നാട് നീങ്ങി, കാലം ചെയ്തു, തീപ്പെട്ടു എന്നിങ്ങനെയും. ഉറങ്ങുന്നത് പള്ളിയുറക്കമായും, കഴിക്കുന്നത് അമൃതത്തായും, കുളിക്കുന്നത് നീരാട്ടായും, കല്യാണത്തിന് വേളി, അങ്ങനെ പോകുന്നു കാലത്തിൻ്റെ വികൃതിയിൽ മനുഷ്യനെ പല രീതിയിൽ ബാധിച്ച ഭാഷയുടെ കുസൃതികൾ. ചില രാജകുടുംബാംഗങ്ങളെ അവരുടെ ജനിച്ച നാളിൽ മാത്രമാണ് അറിയപ്പെട്ടിരുന്നത്. പലപ്പോഴും അവരുടെ യഥാർത്ഥ പേരുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അന്യമായിരുന്നു. ഒരുപക്ഷെ സമകാലീന ചുറ്റുപാടിൽ പരിഹാസച്ചുവയോടെയും ഫലിതങ്ങൾക്ക് വേണ്ടിയും മാത്രമാണ് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളും ഉപയോഗിക്കുന്നതെങ്കിലും ചില മത മേലധ്യക്ഷന്മാരെയും അതുപോലെയുള്ള രാജകുടുംബാംഗങ്ങളെയും ഉയർന്ന ശ്രേണിയിൽപ്പെട്ടവരെയും ഇങ്ങനെ വിളിച്ച് ബഹുമാനം കാണിക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും നമുക്കിടയിലുണ്ട്. നുകമമർത്തിയ ഭൂതകാലത്തിൽ നിന്നും വേർപെട്ടു പോരാനാവാതെ അവർ അങ്ങനെ. എന്നാൽ ഈ ആധുനിക ലോകത്തും ശ്രേണി തിരിച്ചുകൊണ്ടുള്ള ഇത്തരം ആലങ്കാരിക ഭാഷാ പ്രയോഗങ്ങൾ മറ്റൊരു രൂപത്തിൽ പുനർജനിക്കപ്പെട്ടിരിക്കുന്നു. പണ്ട് ഉന്നത കുല ജാതർക്കോ രാജകുടുംബാംഗങ്ങൾക്കോ മാത്രം അവകാശപ്പെട്ടിരുന്ന ഈ ഭാഷാ പരിഗണനകൾ ഇന്നിൻ്റെ കാലത്ത് രാഷ്ട്രീയ അധികാരത്തിനും പണത്തിനും പ്രശസ്തിക്കും വഴിമാറിയിരിക്കുന്നു എന്ന് മാത്രം. മുമ്പ് ഉപയോഗത്തിലുള്ള എല്ലാ വാക്കുകൾക്കും പകരമായി ഒരൊറ്റ വാക്കിൽ അവരെ തിരിച്ചറിയാൻ, സമൂഹത്തിൽ അവരുടെ സ്ഥാനം അടയാളപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നു. ദൃശ്യ ശ്രവ്യ ലിഖിത മാധ്യമങ്ങളിലൂടെ സാമൂഹിക മനസ്സിനെ സ്വാധീനിച്ച ആ പദപ്രയോഗമാണ് പ്രമുഖ. അത് വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ വ്യാകരണത്തിന് അനുസൃതമായി പ്രമുഖൻ, പ്രമുഖർ, പ്രമുഖ, പ്രമുഖമായ എന്നീ രീതിയിൽ എല്ലാം ഉപയോഗിച്ചു കാണുന്നു. സമൂഹത്തിൻ്റെ ഉയർന്ന രാഷ്ട്രീയ, മത, സാമ്പത്തിക ശ്രേണിയിൽ വിരാജിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും അസന്മാർഗികമായ പ്രവൃത്തിയുടെ പേരിൽ ആരോപണമോ സംശയമോ ഉന്നയിക്കപ്പെടുകയോ അല്ലെങ്കിൽ അരുതാത്ത അനീതിയും ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഇത്തരക്കാരുടെ സ്ഥാപനങ്ങളിലോ തൊഴിൽ ഇടങ്ങളിലോ സംഭവിക്കുകയോ ചെയ്താൽ ഉടനെ നമ്മുടെ സമൂഹം അവരുടെ പേരും മേൽവിലാസവും എല്ലാം വിസ്മരിച്ചുകൊണ്ട് പ്രമുഖ എന്ന ആ പദവിയിലേക്ക് അവരെ ആനയിക്കും. അവർ യഥാർത്ഥ കുറ്റവാളികൾ ആണെങ്കിൽ തന്നെ അവരുടെ വ്യക്തിത്വം വെളിവാക്കുന്നത് സമൂഹം ഒരു അപമാനമായിട്ടാണ് കാണുന്നത്. അത് സംരക്ഷിക്കാൻ എല്ലാ തരത്തിലുള്ള മനുഷ്യരും മെയ് മറന്ന് പരിശ്രമിക്കുകയും. ഇതേ അവസരത്തിൽ സാധാരണക്കാരനായ ഒരാളാണ് മേൽപ്പറഞ്ഞ രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടതെങ്കിൽ അവരുടെ വ്യക്തിത്വം പുറത്ത് അറിയിക്കാനാണ് നമ്മുടെ സമൂഹം കഠിനമായി പ്രയത്നിക്കുക. ഇനി അയാൾ നിരപരാധി ആണെങ്കിൽ തന്നെ അതൊന്നും പ്രമുഖ പദവിയിലേക്ക് കൈപിടിച്ച് ഉയരാനുള്ള സാധാരണക്കാരൻ്റെ അവകാശമായി കാണാൻ പറ്റില്ല. അങ്ങനെ വെളിവാകുന്ന വ്യക്തിത്വം കൊണ്ടുണ്ടാകുന്ന എല്ലാ ഭവിഷ്യത്തുകളും അയാൾ തൻ്റെ വിധിയാണെന്ന് സമാധാനിച്ച്
ആശ്വാസം കൊള്ളണമെന്നതാണ് അലിഖിത നിയമം. ഈ പ്രമുഖരിൽ നിന്ന് സമൂഹത്തിലേക്ക് എന്ത് ദുർഗന്ധങ്ങൾ പരന്നാലും അവയെല്ലാം അവരുടെ കുസൃതികളും ലീലകളുമായി കണ്ട് മുഖമില്ലാതെ ആഘോഷിക്കുമ്പോൾ, മറുഭാഗത്ത് പ്രമുഖരുടെ യാതൊരു വിലാസവും ഒരിക്കലും സമൂഹത്തിൽ ഉയരാത്ത രീതിയിൽ അർപ്പണബോധത്തോടുകൂടി അവ കൈകാര്യം ചെയ്യാൻ ശ്രവ്യ, ദൃശ്യ, ലിഖിത മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുകയും ജീവിത ശ്രേണിയിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകളുടെ തൂക്കത്തിനനുസരിച്ചാണ് മനുഷ്യരുടെ മാനത്തിനും വില കൽപ്പിക്കപ്പെടുന്നത്. കാലമെത്ര പുരോഗമിച്ചാലും മനുഷ്യരുടെ ആശ്രിത വാസനയെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമൂഹത്തിൽ നിലനിർത്താൻ അത് ആഗ്രഹിക്കുന്ന നിഗൂഢ ശക്തികൾ വിശ്രമമില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അതിനാൽ ഈ പ്രവണതകളെ നിർമ്മാർജ്ജനം ചെയ്ത് ക്ഷീണിക്കുന്നതിനേക്കാൾ നല്ലത് ആ പ്രമുഖ പദവിയിലേക്ക് കടന്നുകൂടാൻ ശ്രമിക്കുന്നതാണ്. ആ പദവിയിലെത്താൻ നിങ്ങൾക്ക് എന്തു മാർഗവും സ്വീകരിക്കാം. അതിനുശേഷം എന്ത് സംഭവിച്ചാലും നിങ്ങളെ ആ പ്രമുഖ പദവി സംരക്ഷിച്ചുകൊള്ളും. പ്രമുഖന് പ്രാമുഖ്യം ലഭിക്കുന്ന സംഭവങ്ങൾക്ക് പഞ്ഞം ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രമുഖനല്ലാത്തതിൻ്റെ പേരിൽ നിരപരാധിയായിട്ടും ക്രൂശിക്കപ്പെട്ട ഒരു യുവാവിൻ്റെ സംഭവം ഓർത്തുകൊണ്ട് ഈ നിരർത്ഥകമായ പരാതി പറച്ചിൽ അവസാനിപ്പിക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രായപൂർത്തിയാകാത്തതും അയൽവാസിയുമായ പെൺകുട്ടി ഗർഭിണിയായപ്പോൾ ഉത്തരവാദിയായി അവൾ ചൂണ്ടിക്കാണിച്ചത് അതുവരെ നാട്ടിൽ യാതൊരു പേരുദോഷവും കേൾപ്പിക്കാത്ത ഭാര്യയും ഒരു കുഞ്ഞുമുള്ള ഒരു യുവാവിന് നേരെയായിരുന്നു. പ്രമുഖൻ അല്ലാത്തതുകൊണ്ട് ആ യുവാവിന് നേരെ പിന്നെ നടന്നത് ശാരീരികവും മാനസികവുമായ കടന്നാക്രമണമാണ്. അവൻ്റെ സ്വകാര്യതകൾ പോലും മാനിക്കാതെ നിരത്തിയ പത്രങ്ങൾ എല്ലാം തന്നെ നിറം പിടിപ്പിച്ച കഥകൾ പ്രസിദ്ധീകരിച്ച് വരിക്കാരെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ എല്ലാം അനന്തര ഫലമെന്നോണം ജീവന് തുല്യം സ്നേഹിച്ച അവൻ്റെ ഭാര്യയും കുഞ്ഞും അവനെ ഉപേക്ഷിച്ചു പോയി. നാട്ടിലും വീട്ടിലും അവൻ ഒറ്റപ്പെട്ടു. എന്നാൽ പതറാതെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ DNA ടെസ്റ്റ് വരെ പൊരുതിയ ആ യുവാവിനെ അവസാനം നീതി തേടിയെത്തി. പെൺകുട്ടിയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരാൾ തന്നെയായിരുന്നു അതിന് ഉത്തരവാദി. എന്നിട്ടും സാമൂഹിക മാധ്യമങ്ങൾ ഒട്ടും സജീവമല്ലാതിരുന്ന ആ കാലത്ത് പത്രമാധ്യമങ്ങൾ മാത്രം കാരണം ആ യുവാവിനെ ഈ സംഭവം വർഷങ്ങളോളം പിന്നെയും വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ഒരു സൺഡേ സപ്ലിമെൻറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയിരുന്നു. എന്നാൽ അദ്ദേഹം അപരാധിയാണെന്നുള്ളത് ലോകത്ത് അന്നിറങ്ങുന്ന എല്ലാ പത്രങ്ങളിലും അച്ചടിച്ചു വന്നിരുന്നു. ആ നിരപരാധിത്വം കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സപ്ലിമെൻ്റ് പോരാ. അത് എത്ര ആളുകൾ വായിച്ചിട്ടുണ്ടാകും. പ്രമുഖനല്ലാത്തത് കൊണ്ട് എഴുതിവിട്ട അപസർപ്പ കഥകളിലൂടെ അദ്ദേഹത്തിൻ്റെ പേരും മുഖവും മനുഷ്യൻ്റെ മനസ്സുകളിൽ കൊത്തിവെക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവൻ്റെ വിലയില്ലാത്ത വ്യക്തിത്വം വെളിവായതുകൊണ്ട് അവന് ഉണ്ടായ നീതി നിഷേധം ആർക്കും ഒരു തർക്ക വിഷയമല്ലല്ലോ. ചുരുക്കത്തിൽ കാലഘട്ടത്തിന് അനുസരിച്ച് ഉയർന്ന ശ്രേണിയെ സംരക്ഷിക്കാനുള്ള പുതിയ പുതിയ മാർഗങ്ങൾ പല രീതിയിൽ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറി അധിനിവേശം സ്ഥാപിച്ചുകൊണ്ടേ